നമുക്ക് പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് തേങ്ങ ചിരകൂലേ അതുപോലെ ചിരകിയിട്ട് തോരൻ വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അങ്ങനെ വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് കുഞ്ഞ് മീൻ അറിഞ്ചിൽ, കൊഴുവ അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും കക്ക കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിനെ കഴുകി ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഇന്ന് കക്ക എടുക്കാമെന്ന് കരുതി. ഈ കക്കനേക്കാളും എനിക്കിഷ്ടം ഫുള്ള് കറുത്ത കക്കയാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി കഴമ്പുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പിന്നെ എല്ലാതും ഒരുപോലെ തന്നെ. അപ്പം അതിന് വെള്ളമൊന്നും വെക്കാതെ വെറുതെ ഒന്ന് തിളപ്പിക്കുക. അപ്പം തന്നെ അത് ഓപ്പണായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, കക്കയുടെ ഇറച്ചി, അതിനങ്ങോട്ട് മാറ്റിയെടുക്കാം. നല്ല എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് ചെയ്യാൻ. എന്നാൽ കുറേ നേരം വേണാനും. മീനൊക്കെ നന്നാക്കണേക്കാൾ ഒരുപാട് ടൈം വേണം. ഇങ്ങനെ അതിൻ്റെ ഇറച്ചി ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കാഷ്ടം വരും. അപ്പോൾ അത് കളഞ്ഞ് കിട്ടാൻ കുറേ നേരം വേണം. അപ്പോൾ കുറേ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ ക്ലീൻ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. ഒരു പിടി എന്നൊക്കെ പറയുന്ന പോലെ അത്രേ ഉണ്ടാവുള്ളൂ. അത് ഈ തൊണ്ടാണ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തിന് കറി വെക്കാനുള്ള തൊണ്ട് കിട്ടിയിരുന്നു. പക്ഷേ കഴമ്പായ കാരണം കഴമ്പ് കുറച്ച് കിട്ടുള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. നല്ല രസമാണ് ഫ്രൈ ചെയ്താൽ. അപ്പോൾ അതൊക്കെ കൂട്ടി ഊണ് കഴിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴത്തേനും വാപ്പ കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന മീൻ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മളതൊക്കെ നോക്കി കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ അതിൽ നല്ല വലിയ ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നു. അതൊരു 4-5 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് എണ്ണം നോക്കിയൊന്നുമില്ല. അപ്പോഴത്തേനും ഞാനെൻ്റെ പണിയൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ.